നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ബാലേന്ദ്രന് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അലീനയെ കൊണ്ടുവിടുന്നുണ്ട്. പക്ഷെ കൊണ്ടുവിടാതിരിക്കാൻ പറ്റില്ലല്ലോ. വീടിനോട് അടുക്കും തോറും ബാലേന്ദ്രന്റെ മുഖത്ത് ആ ടെൻഷന് അത് അലീനെ ശ്രദ്ധിച്ചു. അലീനയ്ക്ക് മനസ്സിലായി തൻ്റെ സ്വന്തം അച്ഛനല്ലെങ്കിലും തൻ്റെ സ്വന്തം മോളെ പോലെയാണ് തൻ്റെ അച്ഛൻ കരുതുന്നത്. ഇത്രയോ സ്നേഹം തനിക്ക് ഒരിടത്തുനിന്ന് കിട്ടാനും പോകുന്നില്ല. താൻ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് ഇതിൻ്റെ പകുതി പോലും സ്നേഹം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊന്നും അലീനയ്ക്ക് ഉണ്ടായിരുന്നില്ല. കാരണം 23 വർഷങ്ങൾക്ക് ശേഷമാണ് താൻ തൻ്റെ സ്വന്തം അച്ഛനെ കാണാനായിട്ട് പോകുന്നത്. ആ ഒരു ചിന്ത അത് മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു അലീനയുടെ. ആ സമയം സ്റ്റാൻലി ആണെങ്കിൽ പൗലോസേട്ടനും ആൻറ്റിപ്പനും ഒക്കെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പം അലീന വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് വീട് പരിസരമെല്ലാം ക്ലീൻ ചെയ്ത് ആ വീടൊക്കെ നല്ല തൂത്തുടച്ച് വൃത്തിയാക്കി കുഷ്യനും കാര്യങ്ങളെല്ലാം മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ അലീനയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി റൂം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പൗലോസിനെ വിളിച്ചിട്ട് വേണം നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് എന്തൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ ഒരു അതിഥി വരുന്നല്ലാതെ കൂടുതൽ കാര്യങ്ങളൊന്നും ആർക്കും അറിയണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൻ്റപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇതെന്താ ഇത്, ഈ സെറ്റൊക്കെ നല്ല ക്ലീൻ ആക്കി വേറെ പുതിയത് സെറ്റ് ചെയ്യലും തുണിയൊക്കെ മാറ്റിയിട്ട് പുതിയത് വിരിക്കണം ഞാൻ പറഞ്ഞല്ലായിരുന്നു, എന്നിട്ട് നീ ഒന്നും ചെയ്തില്ലെന്ന് ചോദിച്ച് ചീത്ത പറഞ്ഞു. അത് മാത്രമേ ചെയ്യാതിരുന്നുണ്ടായിരുന്നുള്ളൂ. ആൻ്റപ്പനോർത്തത് ഏതപ്പാ ഈ VIP വരാൻ പോകുന്നേ. എൻ്റെ പൊന്നെ, കേനൽ സാബാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെയാ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, ഒന്ന് പുറത്തു പോയി നോക്കുന്നു, പിന്നെ അകത്ത് കയറുന്നു. എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ടെന്ന് മനസ്സിലായി. ആ വരുന്ന അതിഥി ചില്ലറക്കാരനോ കാര്യമല്ലെന്ന് മനസ്സിലായി. ആരാ എന്താണെന്നും കേനൽ സാബ് പറഞ്ഞിട്ടുമില്ല. ആരായിരിക്കുന്നൊരു ചിന്ത ആൻ്റപ്പനും പൗലോസിനും ഉണ്ടായിരുന്നു. പൗലോസിന് വേണം നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫുഡൊക്കെ നല്ലതായിരിക്കണം, എന്തെങ്കിലും മോശമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൗലോസൊക്കെ ശരിക്കും പേടിച്ച് പറിച്ചാണ് നിൽക്കുന്നത്. ശരിക്കും ഒരു പട്ടാളച്ചിട്ട തന്നെയാണ്. ഈ സമയത്ത് വൈജയന്തിയും കൂട്ടിക്കൊണ്ട് മനു വീട്ടിലേക്ക് വരിക. കുട്ടികളാണ് ആകെപ്പാടെ വല്ലാത്തൊരു വിഷമത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ കാറ് നിർത്തി മനുഷ്യൻ കാണും ഭാഗം കാര്യങ്ങളൊക്കെ അകത്തേക്ക് കൊണ്ടുപോയി വെക്കാനായിട്ട് എടുക്കുന്നത്. വൈജയന്തി പതുക്കെ അങ്ങ് സിറ്റൗട്ടിലേക്ക് ഇറങ്ങണം. ആ സമയം രോഹിത് അവിടെ ഉണ്ടായിരുന്നു. രോഹിത്തിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് രോഹിത് അവിടെ ഇരിക്കും. അലീന പോയപ്പോൾ തൊട്ട് ഭയങ്കര വിഷമ സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെ വൈജയന്തി വന്നു കഴിഞ്ഞപ്പോഴത്തേനും രോഹിത്ത് മൈൻഡ് ചെയ്യാതിരിക്കുന്ന കണ്ടപ്പോൾ വൈജയന്തി ചോദിച്ചു, എന്താടാ നിനക്ക് എന്നെ കണ്ടിട്ടൊരു മൈൻഡൊന്നും ഇല്ലാത്തേ? രോഹിത്തൊന്നും മിണ്ടിയില്ല. ഓ, അവള് പോയതിൻ്റെ വിഷമമായിരിക്കുമല്ലേ, ഞാൻ പറയണില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു, അമ്മ ഇത് പറയാൻ വേണ്ടിയിട്ടാണോ ഇത്ര ബുദ്ധിമുട്ടി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നേ? ഞങ്ങൾ വന്ന് കയ്യെ കാലെ പിടിച്ചിട്ട് വിളിച്ചിട്ടും അമ്മയ്ക്ക് വരാൻ പറ്റില്ലായിരുന്നല്ലോ, പിന്നെ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേന്ന് ചോദിച്ചു. എടാ ഞാൻ പറഞ്ഞില്ലായിരുന്നോ അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടാലേ ഞാൻ ഇവിടേക്ക് വരുവുള്ളെന്നോ? ഓ, അതുകൊണ്ടായിരിക്കുമല്ലേ എന്ന് പറഞ്ഞു. അതേടാ അതുകൊണ്ട് തന്നെയാ. ഈ വൈജയന്തി ആരാന്ന് അവൾക്കൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ ഞാനാ? അവൾക്ക് മാത്രമല്ല നിന്റെ അച്ഛനും മനസ്സിലായി കാണുമെന്ന് പറഞ്ഞു. രോഹിത്ത് പറഞ്ഞു, എൻ്റെ അച്ഛനും മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ. എന്തേ നിന്റെ അച്ഛനെ കൊണ്ടേ വിട്ടിട്ട് വരുമോ അതോ അവളുടെ കൂടെ അങ്ങ് പോകുമെന്ന് ചോദിച്ചു. രോഹിത്ത് പറഞ്ഞു, അതൊന്നും അറിയത്തില്ല. ഇനി അമ്മയ്ക്ക് അറിയണമെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യുക, അച്ഛൻ്റെ നമ്പറില്ലേ ഒന്ന് വിളിച്ചു ചോദിക്കുക. പിന്നെ വിളിച്ചു ചോദിച്ചു, അതും ബാലേന്ദ്രനെ ഞാൻ എൻ്റെ പട്ടി വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് വൈജയന്തി അകത്തേക്ക് അങ്ങോട്ട് ഗർഭത്തേനും കൃഷ്ണമോളും ബബിതയൊക്കെ അങ്ങോട്ട് വന്നു. അവരുടെയൊക്കെ മുഖം കടന്തലും ഒത്തിയ പോലെ ഇരിക്കുന്നേ. വല്ലാത്തൊരു സങ്കടമായിരുന്നു. അലീന ഇല്ലാത്തതിൻ്റെ അതൊരു വിഷമം മനുവിന് മനസ്സിലായത്. സാധാരണ കൃഷ്ണമോൾ എന്തേലും വളിപ്പ് തമാശയൊക്കെ പറഞ്ഞ് ഓടി വരുന്ന, പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും ഉണ്ടായില്ല. മനു ഇതെന്താ എല്ലാവരും ആകെപ്പാടെ ശോകമായിട്ടിരിക്കണേ? ഒന്നുമില്ല മനുവേട്ടാന്ന് പറഞ്ഞു. അവള് പോയതിൻ്റെ ആയിരിക്കൂലേ? എന്താടി അവള് പോയതിൻ്റെ വിഷമമാണോ അതോ നിൻ്റെയൊക്കെ തള്ള ചത്തുപോയെന്ന് ചോദിച്ചു. ഭവിത പറഞ്ഞു, അതെ തള്ള ചത്തുപോയ വരുമെന്ന് അമ്മ തന്നെ ഞങ്ങളോട് ചോദിക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ഒന്നും ഭവിതയെ രൂക്ഷമായിട്ട് നോക്കണോ വൈജയന്തി. എന്നിട്ട് പറഞ്ഞ് നിൻ്റെയൊക്കെ സങ്കടം കണ്ട് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ. ഒരു വേലക്കാരി പോയി കഴിഞ്ഞപ്പോൾ നിനക്കൊക്കെ ഇത്ര വിഷമല്ലേ? കൃഷ്ണമോള് പറഞ്ഞു, അതിന് അലേലും ചേച്ചി ഇവിടുത്തെ വേലക്കാരിയൊന്നും ആയിരുന്നില്ല. അറിയാടി, അറിയാം, അവളിവിടുത്തെ ഗൃഹനാഥയായിരുന്നല്ലോ കുറച്ചു കാലം. എടി അവൾ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതം താറുമാറായത്, എൻ്റെ കുടുംബം നശിച്ചു പോയത്. ആ ഒരുമ്പെട്ടവള് ആ പിശാശ് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഞാൻ കാത്തിരുന്നേ. ബാബിത പറഞ്ഞു, ഇത്രയും സമയം നാളൊരു സമാധാനം ഉണ്ടായിരുന്നു. ഉള്ള സമാധാനം പോയി. അതേടി ഞാനിങ്ങോട്ടേക്ക് വന്ന് നിനക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നറിയാം. ആ പിഴച്ച് പ്രസവിച്ചവളെ ഇവിടെ കയറ്റി താമസിപ്പിക്കാനായിരുന്നല്ലോ നിനക്കൊക്കെ കൂടുതൽ താല്പര്യം. നിൻ്റെ ഒന്നും പെറ്റ തള്ളയോട് നിനക്കൊന്നും സ്നേഹമില്ലല്ലേ? കൃഷ്ണമോള് പറഞ്ഞു, അമ്മ തന്നെ അമ്മയോടുള്ള സ്നേഹം ഇല്ലാതാക്കുന്നേ. അപ്പോഴേക്കും മനു പറഞ്ഞു, എന്താ ആൻറ്റി ഇത് വന്ന് കയറിയതല്ലേ ഉള്ളൂ, കുട്ടികളോട് ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ? പിന്നെ ദേഷ്യപ്പെടുന്നേ മനു, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വരില്ല. ആൻറ്റി എന്തിനാ ഇവരോട് ദേഷ്യപ്പെടുന്നേ?
അവരെന്ത് തെറ്റ് എന്ന് ചോദിച്ചു. അലീന പോയല്ലോ. ആൻറ്റിയുടെ ആവശ്യം അതായിരുന്നു അലീനെ ഈ വീട് വിട്ടു പോകണമെന്ന്. അലീന പോവുകയും ചെയ്തു. പിന്നെ ആൻറ്റി ഇതിന് ഇനി ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണേ. എടാ കുറ്റപ്പെടുത്തിയല്ല. നിനക്ക് സങ്കടം കാണുമല്ലോ. ഇങ്ങോട്ട് അവളെ കാണാനല്ലേ വന്നോണ്ടിരുന്നേ. ഇനിയിപ്പം നിന്റെ വരവ് നിൽക്കും. അവളെ കാണാൻ നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലേ. ചെല്ലടാ ചെല്ല. നീയോ ആ പിന്നാലെ ചെല്ലാൻ പറഞ്ഞു. അവൾ നിനക്കും കൈവശം തന്നിട്ടുണ്ടല്ലോ. അപ്പോഴേക്കും മനു പറഞ്ഞു, എൻ്റെ പൊന്നാൻറ്റി, ആൻറ്റി ഇത് എന്ത് ഭാവിച്ചത്? ഒന്ന് നിർത്തുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ നിർത്താടാ. എൻ്റെ വായടുപ്പിക്കാനുള്ള എല്ലാവർക്കും താല്പര്യം. അത് കേട്ടപ്പോൾ മനു പറഞ്ഞു, ആൻറ്റി കൂടുതലൊന്നും പറയണ്ട. ആൻറ്റിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയാം. ആൻറ്റിയുടെ വായടുപ്പിക്കാൻ അറിയാത്തതുകൊണ്ടല്ല. അലീന എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അത് കേട്ടതും ഇടിവെട്ടാറ്റ പോലെ വൈജയന്തി നിൽക്കുക. എന്താടാ നീ പറഞ്ഞേ? അതെ, ആൻറ്റിയുടെ മനസ്സിനെ തകർക്കുന്ന കുറച്ച് കാര്യങ്ങൾ അലീന എന്നോട് പറഞ്ഞിട്ടാ പോയെന്ന്. എന്താ ഞാനിത് പറയണമെന്ന് ചോദിച്ചു. ഇപ്പം പെട്ടെന്ന് വൈജയ്ക്ക് മനസ്സിലായ കാര്യം എന്താന്ന്. കാരണം അലീന തന്നോട് പറഞ്ഞ 10-23 വർഷങ്ങൾക്ക് മുമ്പ് ആണൊരുത്തിൻ്റെ കൂടെ ജീവിച്ചല്ലേന്ന്. ഒരുപക്ഷെ അത് മനുവിനോട് പറഞ്ഞു കാണുമായിരിക്കും. അവൻ്റെ മനസ്സിൽ ഇത് കാണും. ആപത്താണ്. കുട്ടികൾ നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വിഷയം മാറ്റിക്കൊണ്ട് ബബിതയല്ല വൈജയന്തി വിഷയം മാറ്റിക്കൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയം കുട്ടികളാകപ്പാടെ വല്ലായിരിക്കുന്നുണ്ട്. ഇപ്പം മനു ചോദിച്ചു, നിങ്ങൾ ആഹാരം ഒന്നും കഴിച്ചില്ലേ? ഇല്ല മനുവേട്ടാ, വിശക്കുന്നുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ആഹാരം കഴിക്കാനൊക്കെ പറഞ്ഞോണ്ട് നിർബന്ധിക്കാം. വേണ്ട. അലീനെ പോയെന്നും വരുത്തിയിട്ട് ആഹാരം കഴിക്കാതിരിക്കരുത്. രോഹത്തിനും കൂടെ വിളിച്ചോണ്ട് വാ. ആഹാരം കഴിക്കണ്ടേന്നൊക്കെ ചോദിച്ചു. അങ്ങനെ കുട്ടികളെ നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിക്കുകയാണ്. മനുവിനറിയാം അവർ എത്രമാത്രം അലീനയെ സ്നേഹിക്കുന്നുണ്ടായിരുന്നുള്ള സത്യം. അലീന തിരിച്ചു അതുപോലെ തന്നെയായിരുന്നു. ഇതേ സമയത്ത് ബാലേന്ദ്രനും അലീനയും കൂടെ കുളത്തോപ്പുഴ വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ കാറങ്ങോട്ട് ചെന്ന് കയറുമ്പോഴത്തേനും അലീന അങ്ങനെ ചുറ്റും നോക്കുകയാണ്. ഒരു കൊട്ടാരം പോലെയുള്ളൊരു വീട്, ഒറ്റപ്പെട്ട് കിടക്കുന്നൊരു വീട്. ദൈവമേ, ഈ വീട്ടിലാണോ താൻ്റെ കഴിയേണ്ടെന്നൊരു ചിന്ത. അങ്ങനെ ബാലേന്ദ്രൻ അലീനയെ ഒന്ന് നോക്കി. അപ്പോഴേക്കും അലീന ബാലേന്ദ്രനെ നോക്കിയിട്ട് പറഞ്ഞു, അച്ഛാ എന്താ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. എങ്കിൽ പിന്നെ ഇറങ്ങുക. ബാലേന്ദ്രൻ ഇറങ്ങി. ആ സമയത്ത് അലീന ബാലേന്ദ്രനെ നോക്കി. അലീന ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. മുറ്റത്തിറങ്ങിയിട്ട് മുറ്റം പരിസരമൊക്കെ നോക്കുവാണ്. അലീനയ്ക്ക് എന്തോ വല്ലാത്തൊരു വീർപ്പൊട്ടിൽ തോന്നി. ബാന്നും പറഞ്ഞുകൊണ്ട് അലീനെ കയ്യിലേക്ക് പിടിച്ചു ബാലേന്ദ്രന്. അങ്ങനെ അവർ നടക്കുന്ന സമയത്ത് കുറേ നായ്ക്കൾ ഇങ്ങനെ പാഞ്ഞെടുത്ത് വരുവാണ്. ഈ സമയത്ത് ആൻ്റപ്പനെ ഇടാന്ന് പറഞ്ഞ് വിളിച്ചു. പക്ഷെ അവന്മാർ നിന്നില്ല. അവന്മാർ നേരെ അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് അലീനയെ മുട്ടി ഉരുമ്പിക്കൊണ്ട് നിൽക്കുകയാണ്. ആൻ്റപ്പൻ ഒരു നിമിഷം ഞെട്ടിപ്പോയിരുന്നു. കടിച്ച് കീറുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. അലീനയുടെ മുന്നിൽ വെച്ച് ഭയങ്കര സ്നേഹപ്രകടനങ്ങളായിരുന്നു അവന്മാർ കാണിച്ചത്. അപ്പം ഈ പെൺകുട്ടിയെ നേരത്തെ ഇവന്മാർക്ക് അറിയാവുന്ന ഒരു ചിന്ത. ഇത്രയും കാലം താൻ തീറ്റ കൊടുത്ത് തന്നോട് പോലും ഇല്ലാത്ത സ്നേഹമാണ് അലീനയോട് കാണിക്കണേ. അലീന അവന്മാരെ നോക്കി. അലീനയ്ക്ക് പണ്ടേ നായ്ക്കളെ ഇഷ്ടമാണല്ലോ. ബാലേന്ദ്രൻ പോലും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കടിച്ചു കീറുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. പിന്നീട് ആൻ്റപ്പൻ പറഞ്ഞു, കയറി വാ, അകത്തേക്ക് വരാൻ പറഞ്ഞു. കാനഡ സഭ അകത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അലീന വിറയ്ക്കുന്ന കാലമുള്ളോടെ അകത്തേക്ക് കയറി പോതെ. എന്തായി ഏതായി തിരുന്നും അറിയത്തില്ല. അങ്ങനെ അകത്തേക്ക് കയറി ചെന്നു. അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും സ്റ്റാൻലി അകത്തുണ്ട്. സ്റ്റാൻലി പൗലോസേനോട് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അലീനയും ബാലേന്ദ്രനും ചെന്നിറങ്ങിയപ്പോൾ സ്റ്റാൻലി ഇങ്ങ് തിരിയുമ്പോഴത്തേനും അലീനയുടെ മനസ്സിലൊരു സ്ഫോടനം ഉണ്ടായി. കഴിഞ്ഞ ദിവസം ലാലിച്ചെന്നും പറഞ്ഞ് തന്നെ പരിചയപ്പെടുത്തിയതാണ് പ്ലാന്ററാന്ന് പറഞ്ഞുകൊണ്ട് അച്ഛന് വീട്ടിൽ വന്നപ്പോൾ താൻ ചായ കൊടുത്താണ്. ഇതായിരുന്നോ തൻ്റെ അച്ഛൻ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. ഒരു നിമിഷം സ്റ്റാൻലിയും അലീനയെ നോക്കുന്നുണ്ട്. അലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് സ്റ്റാൻലി അന്തം വിട്ടുപോയി. കഴിഞ്ഞ ദിവസം കണ്ട പെൺകുട്ടിയല്ല. കയ്യിലും കാതിലും ഒക്കെ ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്. നല്ല സുന്ദരിയാക്കി കേട്ടാണ് ബാലേന്ദ്രൻ തൻ്റെ മോളെ കൊണ്ടുവന്നിരിക്കുന്നത്. ബാലേന്ദ്രൻ പറഞ്ഞ ശരിയാണ്, മകളെപ്പോലെ തന്നെ ഇവളെ നോക്കുന്നത്. അയാളുടെ മകളെയാണ് തനിക്ക് തരുന്നത് എന്നൊരു ചിന്ത സ്റ്റാൻലിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പം അതിൻ്റെ കഥകളൊക്കെ കാണുന്നത്. ഇനി എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി. അലീനയ്ക്ക് മനസ്സിലാവും സ്റ്റാൻലിയുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ, അവിടെ എങ്ങനെയാ എന്താ രീതികളും കാര്യങ്ങളൊക്കെ. സ്റ്റാൻലിക്ക് അറിയാം തൻ്റെ മകളാണ്, ഒരിക്കലും ഉപേക്ഷിച്ചുകൂടാ, അവളെ പൊന്നുപോലെ നോക്കണം എന്നൊക്കെ അറിയാം. പക്ഷേ സ്റ്റാൻലിയുടെ ചിട്ടവട്ടങ്ങളൊന്നും പെട്ടെന്ന് അങ്ങോട്ട് മായ്ക്കാനും മറക്കാനും പറ്റുന്നതല്ലല്ലോ. ബാലേന്ദ്രൻ്റെ വല്ലാത്തൊരു വീർപ്പുമുട്ടല. കാരണം അലീന ഇവിടെ നിർത്തിയിട്ട് പോകുമ്പോൾ വല്ലാത്തൊരു വിഷമം ഉണ്ടാവുമെന്നറിയാം. കാര്യം പറഞ്ഞാൽ അലീനയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ കൊണ്ടുവന്നേ. പക്ഷെ പോകുമ്പോഴത്തെ വിഷമം അത് അലീനയ്ക്കാണെങ്കിലും ബാലേന്ദ്രൻ്റെ ആണെങ്കിലും താങ്ങാൻ പറ്റില്ല. അപ്പം അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.